Namaste, welcome to our channel, The Wheel of Fortune 7 Tarot. അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് അറിയോ? ആഫ്റ്റർനൂൺ തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ആഫ്റ്റർനൂൺ തോട്ട്സ് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണായിട്ട് തുടങ്ങുന്നുണ്ടോ? ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. റീഡിംഗ് ഫ്രീ അല്ല കേട്ടോ, പെയ്ഡ് പേഴ്സണൈസ്ഡ് റീഡിങ്സ് ആണ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? ജഡ്ജ്മെൻറ്റ്, 10 of Wands, Ace of Cups, the Sun. Nice. ക്രിസ്മസ് പോർട്ട് എല്ലാവരെയും അഫക്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. ടെമ്പറൻസ്, ബാലൻസിൻ്റെ കാർഡാണ്. ഗിവ് മീ വൺ കാർഡ്. Six of Pentacles. അയ്യോ, സയൻസ് നോക്കുവാണെങ്കിൽ ഹേർട്ട് സൈൻ ആണ്. Taurus, Virgo, Capricorn, and Cancer, Scorpio, Pisces energies, Gemini, Libra, Aquarius, Sagittarius. High Priestess. സി, ഫസ്റ്റിൽ തന്നെ ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് റിലേഷനിൽ. ഡസൻ മാറ്റർ, മെയിലാണെങ്കിലും ഫീമെയിലാണ്, ഡസൻ മാറ്റർ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, 1 minute, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം ഇവിടെ ഈ ഒരു റിലേഷനിൽ ഒരു ബാലൻസ് ഇല്ലാത്തത്. ബിക്കോസ് ബാലൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു റിലേഷനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബാലൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുക. അതിപ്പോൾ ഒരു മാരിറ്റൽ റിലേഷൻ ആയിക്കോട്ടെ, അല്ലാതെ നോർമൽ റിലേഷൻ ആയിക്കോട്ടെ, എന്താണേലും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് മസ്റ്റാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ റിലേഷനിലും. പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ ഈ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ നല്ല രീതിക്ക് പ്രഷർ അനുഭവിക്കുന്നുണ്ട്, നല്ല രീതിക്ക് ടെൻഷൻസ് അനുഭവിക്കുന്നുണ്ട്, വളരെയധികം ഒരു ബേർഡൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലെ എൽഡർ ആയിട്ടുള്ള ഡോട്ടർ ആയിരിക്കാം, എൽഡർ ആയിട്ടുള്ള സൺ ആയിരിക്കാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസും, അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫ് ആയിരിക്കാം, ഒത്തിരി അധികം ഫാമിലിയുടെ എൻറ്റയർ റെസ്പോൺസിബിലിറ്റീസും നിങ്ങളുടെ ഷോൾഡറിലാണുള്ളത്. ഓക്കെ, സോ അപ്പം യു ആർ ടേക്കിംഗ് ടു മച്ച്. ആ ഒരു എനർജീസാണ്, അല്ലെങ്കിൽ ഇതൊരു ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ഇറ്റ്സ് ഓൺലി ടെമ്പററി. അതായത് ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ടെമ്പററി ആയിട്ടുള്ളൊരു ഫേസ് ആണ് ലൈഫിൻ്റെ. പക്ഷേ ഇത് ഞാൻ കുറേയും കൂടി എഫേർട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഒരു ടെൻഷൻസ്, അല്ലെങ്കിൽ ഈ ഒരു ബേർഡൻ, ഈ ഒരു റെസ്പോൺസിബിലിറ്റി കുറച്ചുകൂടെ ഞാൻ എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോ യു ആർ വില്ലിങ് ടു ഡു ദിസ്. അല്ലെങ്കിൽ ഈ ഒരു ഫേസ്, ഈ ഒരു ടെമ്പററി ഫേസിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു എനർജീസിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇവിടെ ഉള്ളത്.
സോ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ എനിക്ക് നിങ്ങളോട് തരാനുള്ള ഒരു ഗൈഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾക്ക് പറ്റുന്ന ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മളുടെ ഷോൾഡറിലേക്ക് എടുത്ത് വെക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് യു നീഡ് ടു സേ നോ ടു അതേഴ്സ്. മറ്റുള്ളവരുടെ ആ ഒരു ബേർഡൻസ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സ്, ആ ഒരു ടെൻഷൻസ്, ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഷോൾഡറിലേക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ നോ പറയേണ്ട അടുത്ത് മസ്റ്റായിട്ട് നിങ്ങൾ നോ പറയുക. ഓക്കെ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തില്ല, ഓൾറെഡി നിങ്ങളുടെ ഷോൾഡറിൽ ഒത്തിരി ബേർഡൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ നോ പറയുക. ഓക്കെ ഫൈൻ, എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, പക്ഷെ പലപ്പോഴും നമുക്ക് നമ്മുടെ ലൈഫിൽ നോ പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇപ്പം ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ, സോ ഈ ഒരു എനർജിയിൽ നിങ്ങൾ മസ്റ്റായിട്ടും യു നീഡ് ടു സേ നോ ടു അതേഴ്സ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പം ഇത് നിങ്ങളുടെ ഐ തിങ്ക് എനിക്ക് ഒരു 50% ആളുകളുടെയും സിറ്റുവേഷൻസ് ഇതാണെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഒത്തിരി അധികം ബേർഡൻസ് എടുത്ത് നിങ്ങളുടെ തലയിൽ വയ്ക്കുന്നുണ്ട്, ഒത്തിരി അധികം ടെൻഷൻസ് നിങ്ങളുടെ മൈൻഡിലുണ്ട്. എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, യെസ്. സോ വെളിയിൽ ആൾ വന്നപ്പം എനിക്ക് വീഡിയോ കട്ട് ചെയ്തിട്ട് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ നമ്മൾ എനർജീസ് കട്ടായിപ്പോയി പകുതി വഴിയിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 10 ഓഫ് സോഴ്സിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്കുള്ള ഒരു 10 ഓഫ് വാൻസിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ഷോൾഡറിൽ കുറേ അധികം ഉണ്ട് എന്നായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസിലേക്ക് വരാം. ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസും സെയിം എനർജീസാണ്. ആൾ ഒത്തിരി അധികം ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ആൾ മാരീഡ് ആയിരിക്കാം, മാരിഡ് റിലേഷൻ ആയിരിക്കാം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ആളുടെ ഷോൾഡറിൽ ഒത്തിരിയധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ആൾക്ക് ആളുടേതായിട്ടില്ല, ഡസൻറ്റ് മാറ്റർ മെയിലോ ഫീമെയിലോ, നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, ആ ഒരു വ്യക്തിക്ക് നിങ്ങൾക്കും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണം, അവർക്കും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണം. അത് ആളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഒരു ടൈമിൽ ആളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നമ്മൾ പറത്തില്ലേ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതിനു മുമ്പും ഫാമിലി ഉണ്ടായിട്ടും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്തായിരുന്നല്ലോ, ഇപ്പം മാത്രം ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ സമയം എപ്പോഴും ഒരുപോലെ തന്നെ ആവണം എന്നില്ല. എപ്പോഴും ഹാർഡ്ഷിപ്പ് നിറഞ്ഞിട്ടുള്ള ടൈമുകൾ ഉണ്ടാവാം, നല്ല സമയങ്ങളുണ്ടാവും, നമ്മുടെ ഫേവറിൽ നിൽക്കുന്ന ടൈമുകൾ ഉണ്ടാവും, നമ്മുടെ ഫേവറിൽ ആ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ ഒരു മിനിറ്റ് ടേൺ ചെയ്യുന്ന ഒരു ടൈം ഉണ്ടാവാം. നല്ല ബഹളമാണ്, കാരണം ക്രിസ്മസ് അല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ബഹളത്തോട് ബഹളമാണ് കിച്ചണിലും അവിടെ ഇവിടെയും ഒക്കെ ആയിട്ട്, അറിയില്ല. ഓക്കെ ഫൈൻ. അപ്പം ആ ഒരു എന്താ പറയുക, ഒരു ജഡ്ജ്മെൻറ്റ് എന്നുള്ളൊരു എനർജി, ആൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ടൈമിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, നമ്മളുടെ ഫേവറിലല്ലാത്ത ടൈം. അപ്പം അങ്ങനെ മോശപ്പെട്ടിട്ടുള്ളൊരു സമയത്ത് ഒരിക്കലും നമുക്കൊരു ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സംടൈംസ് നമ്മൾക്ക് തന്നെ നമ്മൾ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ അത് വേണ്ട, അല്ലെങ്കിൽ അങ്ങനൊരു അത് വേണ്ട എന്നുള്ളൊരു തോട്ട്സ് നമ്മുടെ ഉള്ളിലും വരും. അന്ന് പറഞ്ഞതുപോലെ ഇപ്പം എന്തൊരു സിറ്റുവേഷൻസ്, എക്സാമ്പിൾ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും ഒരു മൊമെൻറ്റിൽ നമുക്ക് എന്തിനേയും ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു കപ്പാസിറ്റി ഉണ്ട്. ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ നമുക്കൊരു മൊമെൻറ്റിൽ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ലൈഫിലുള്ളതെങ്കിൽ നമ്മൾക്കതിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട ഫേസുകളും വരുന്നുണ്ടാവും. അപ്പോൾ അതുപോലൊരു ഫേസിലേക്കാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിലുള്ളതെന്ന് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു സെപ്പറേഷൻ ഫേസ് വന്നത്. അതിനർത്ഥം ഒരിക്കലും ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല, ഇവർക്ക് നിങ്ങളോട് സ്നേഹമില്ല, ഇവർക്ക് നിങ്ങളോടൊരു ഇതുവരെ അവർ നിങ്ങളോട് കാണിച്ചിട്ടുള്ള ഒരു സ്നേഹവും ലവും കെയറും ഒക്കെ ജെനുവിനല്ല, ആൾ റോങ് ആയിരുന്നു എന്നുള്ളൊരു മീനിങ് അല്ല. ഒരിക്കലും നമ്മൾ എന്താ പറയുക, ഒരു റിലേഷനിൽ നിൽക്കുന്ന സമയത്ത് അതിൽ നേരത്തെ ആ ഒരു വ്യക്തി നിങ്ങളോട് കാണിച്ച ആ ഒരു സ്നേഹവും ഇഷ്ടവും ജെനുവിനല്ല എന്ന് ഒരു മൊമെൻറ്റിലെ പ്രവൃത്തി കൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മനുഷ്യൻ്റെ സാഹചര്യങ്ങളാണ് മനുഷ്യനെ ഓരോ രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങളെപ്പോഴും എന്താ പറയുക, നമ്മൾ പലപ്പോഴും നമ്മുടേതായിട്ടുള്ള ഭാഗത്തുനിന്ന് മാത്രം ചിന്തിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു വ്യക്തി എന്നെ ഗോസ്റ്റ് ചെയ്ത് പോയി എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയും ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ ലൈഫിലുള്ള സിറ്റുവേഷൻസ് ഇതാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇതിന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യേണ്ടത്. ഡീപ്പ് ഇൻസൈഡ് ആൾക്ക് ഒത്തിരി അധികം ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഉണ്ടാവും. അപ്പം ഇവിടെ ഈ ഒരു വ്യക്തിയുടെ എനർജീസിൽ എനിക്കിതാണ് ഫീൽ ചെയ്യുന്നത്. ആൾ ഗോസ്റ്റ് ചെയ്തൊന്നും പോയിട്ടില്ല നിങ്ങളെ ഒരിക്കൽ പോലും. ആൾക്ക് നല്ല രീതിക്ക് സ്നേഹമുണ്ട്. കാരണം ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വിത്ത് സണ്ണാണ് വന്നിട്ടുള്ളത്, കണ്ടില്ലേ?
ഹൃദയം നിറഞ്ഞു തുളുങ്ങുന്ന ഒരു സ്നേഹം നിങ്ങളോടുണ്ട്. ഏസ് ഓഫ് കപ്സ് ഈസ് റിലേറ്റഡ് ടു ന്യൂ ബിഗിനിങ്സ് ഓഫ് ലവ്. അല്ലെങ്കിൽ ഇതിലൊരു ന്യൂ ബിഗിനിങ്സ് ഉണ്ടോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. യെസ്, ഈ ഒരു റിലേഷൻഷിപ്പിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ട്. നിങ്ങൾ ആ ഒരു എന്താ പറയുക, ഇപ്പം നിങ്ങൾ വളരെയധികം ഡൗൺ ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിലൊരു ന്യൂ ബിഗിനിങ് ഇല്ല എന്നൊക്കെ ഉള്ളൊരു തോട്ട്സൊക്കെയാണ് നിങ്ങളുടെ മൈൻഡിലുള്ളെങ്കിൽ ഡോണ്ട് വറി. സൺ വന്നിട്ടുണ്ട്, ഏസ് ഓഫ് ഹാൻഡ്സ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളിത് റീഡിങ് ന്യൂ പേഴ്സണിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. റീസെൻ്റായിട്ട് നിങ്ങൾക്ക് റിലേഷൻ ഉണ്ട്, വേറൊരു വ്യക്തിയും കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ എനർജീസ് എന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾ ഈ ഒരു റീഡിങ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം എന്താ പറയുക, ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങൾക്ക് തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളിവരെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നും വിത്തൗട്ട് എനി എക്സ്പെക്റ്റേഷൻ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയൊരു തുടക്കം ഈ റിലേഷനിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനെ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം, നെക്സ്റ്റ് ഫേസിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്കിവിടെ ഈ ഒരു വ്യക്തിയുടെ ഇവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, ഇവിടെ ന്യൂ ബിഗിനിങ് ഉണ്ടാവും, റീകണക്റ്റ് ആവുകയാണ് കേട്ടോ. സോ ഡൗൺ ആവണ്ട. ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുമ്പോഴും ആൾക്ക് നല്ല സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ ആളുടെ ഈ ഒരു ടൈമിലുള്ള സിറ്റുവേഷൻസ് വളരെ മോശമാണ്. പക്ഷെ തിരിച്ചു വരും. നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുക. മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റീസിനെ റിലീസ് ചെയ്യുക. ആ ഒരു സമയത്ത് ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവും. ഈ ഒരു വ്യക്തിക്കും നല്ല രീതിക്ക് എന്താ പറയുക, ഗിൽറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങളോട് ചെയ്തിട്ട് പോയത് എന്താണോ അതിനെക്കുറിച്ച് ഓർത്ത് നല്ല ഗിൽറ്റും കാര്യങ്ങളും ഉള്ളതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് പേരൊക്കെ ഇവിടെ ഇന്നർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും മേ ബി ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളതും അല്ലെങ്കിൽ തിരിച്ചു വരാൻ പോകുന്നതും ഒക്കെ നിങ്ങളുടെ ഇന്നർ വർക്കിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഇവിടെ ഒരു ഈക്വൽ ഗിവൻ്റേക്ക് വരാൻ പോകുന്നതും ഒരു ഇന്നർ വർക്ക്സിൻ്റെ ഭാഗമായിട്ടായിരിക്കും. സോ കീപ് ഡൂയിങ്. നിങ്ങൾ ഇപ്പോൾ ഇന്നർ വർക്ക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സോ കീപ് ഗോയിങ്. ആ ഒരു എന്താ പറയുക, ഇന്നർ വർക്ക്സ് എന്താണെങ്കിലും അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പറയുക, ഇവിടെ ഉറപ്പായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും. എൻ്റെ നെക്സ്റ്റ് ഫേസിൽ ഇവിടെ ബാലൻസ്ഡ് ആവും. കുറച്ച് സമയം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് എങ്കിൽ പോലും, പേഷ്യൻസോട് കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ഫേസിലാണെങ്കിൽ പോലും, നമ്മൾ പറയത്തില്ലേ ക്ഷമയുടെ ഫലം മധുരം നിറഞ്ഞതാണെന്ന് പറഞ്ഞ പോലെ, ആ ഒരു വെയിറ്റിങ്ങിന് ഒരു മീനിങ് ഉണ്ടാവും. വീണ്ടും ഇവർ നിങ്ങളിലേക്ക് റീകണക്റ്റ് ആവും. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും. പഴയതിനെ കഴിഞ്ഞും പുതിയൊരു ബോണ്ട്, നല്ലൊരു ബോണ്ട്, സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് ക്രിയേറ്റ് ആകും. ഓക്കെ, സോ എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഈ ഒരു വ്യക്തി ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്, ഇമോഷൻസും ഒക്കെ ഇവർ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഡിസയറും ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഫീലിങ്സും ഇല്ല എന്നുള്ള രീതിക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, നല്ല രീതിക്ക് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. സോ യാ, താങ്ക് യു.